ഹായ് ഫ്രണ്ട്സ്, ഡി.എച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ സെയിൽ വീഡിയോ അല്ല, തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലുള്ള പുഷ്പമേളയാണ്. 2025-26 വർഷത്തെ പുഷ്പമേളയാണ് നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 10 വരെയുള്ള സമയത്ത് നമുക്ക് പുഷ്പമേള കാണാവുന്നതാണ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പം ചരിത്രപ്രസിദ്ധമായ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്ന് കൊട്ടാരവും അതിൻ്റെ പരിസരവും വർണ്ണശബളമായ അലങ്കാരങ്ങൾ, പൂക്കൾ കൊണ്ടും അല്ലാതെ ലൈറ്റിംഗ് കൊണ്ടും എല്ലാം വളരെ ഭംഗിയാണ്. 6 മണി മുതലാണ് ലൈറ്റുകളൊക്കെ തെളിയുന്നത്. അതുപോലെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. നമ്മൾ കയറി പോകുന്ന ആ ഭാഗത്ത് തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ആദ്യമായി ക്രമീകരിച്ചിട്ട് ഇതിൻ്റെ സെറ്റിംഗാണ് ഏറ്റവും ഭംഗിയുള്ളത്. ടൊറേനിയം പ്ലാന്റുകൾ ഒരു സൈഡ് മുഴുവന് പെറ്റൂണിയകളൊക്കെ എത്ര കളറാണെന്ന് നോക്ക്. അത് നല്ല ഭംഗിയായിട്ടാണ് അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. വളരെ ഏതെല്ലാം കളറുകളുള്ള പെറ്റൂണിയ ചെടികളാണെന്ന് അറിയാമോ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സീനിയയുടെ നല്ലൊരു കളക്ഷൻ. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ, നിയമസഭ, അതുപോലെയുള്ള വിവിധ നേഴ്സറികൾ ഒക്കെയാണ്. ഇതുണ്ടോ, നമ്മൾ കയറിപ്പോകുന്ന ഭാഗത്താണ് ഈ കാണുന്നത്. കൂടുതലും ജമന്തി പൂക്കൾ കൊണ്ടാണ്. അത് കൂടാതെ സീനിയ ഉണ്ടോ, ഒട്ടേറെ കളറുകളുള്ള സീനിയകളാണ്. ഏതെല്ലാം കളറുകളാണ് നമ്മൾ ഒരുമിച്ച് ഇത് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. അതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ കളറുകളാണ് ആദ്യമേ തന്നെ. വെക്കേഷൻ ടൈം ആയത് കാരണം കൂടുതൽ ആളുകളും ഇതിലേക്കായിരുന്നു. സൂ കാണാം, അതേപോലെ മ്യൂസിയം കാണാം. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കനകക്കുന്ന് കൊട്ടാരം. കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് പോയി നമ്മുടെ മനസ്സ് സന്തോഷിച്ച് നമുക്ക് പോരാൻ പറ്റും. നല്ല റെഡ് കളറ് കുലകളായി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇത് നല്ല ഭംഗിയാണ്. ഒരുപാട് ചെടിയുണ്ട്, പക്ഷേ ഇത് കൂടുതലും നമ്മൾ ഈ ഒരു കളറാണ് അവിടെ കണ്ടത്. അതുപോലെ ജർബറ, പല കളറുകളിലുള്ള ജർബറ എല്ലാം ഹൈബ്രിഡ് ഇനത്തിലുള്ളതായിരുന്നു കേട്ടോ. രാവിലെ 10 മുതൽ വൈകുന്നേരം രാത്രി 10 വരെ എത്ര ആളുകളാണെന്നറിയാമോ വന്നു പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ഉള്ള ഒരുപാട് പേര്. നമുക്ക് ഇരിക്കാം, വിശ്രമിക്കാം. അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ, ഐസ്ക്രീമുകൾ എല്ലാം നമുക്ക് വാങ്ങിക്കാം. കൂട്ടുകാരൊക്കെ കൂടി നമ്മുടെ മനസ്സ് സന്തോഷിച്ച് നമുക്ക് പോരാം. ജർബറ പ്ലാന്റുകൾ മഞ്ഞ നിറത്തിൽ, അതുപോലെ തന്നെ ചുമപ്പ്, പലതരത്തിലുള്ളത്. പോയിൻസെറ്റിയാണ് അടുത്ത ഒരു ഭാഗം. ജർബറ തന്നെ പല കളറുകളിൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറുകളൊക്കെ ആയിരുന്നു അത് കൂടുതലും കാണാൻ പറ്റിയത് കേട്ടോ. നമ്മൾ സെയിലിനൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ കളറിലായിരുന്നു ഇത് കണ്ടോ. ബന്ദിപ്പൂക്കളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ്. മഞ്ഞയും ഓറഞ്ച് നിറവും എല്ലാം, അതെല്ലാം നല്ല ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു. അടുത്ത ഈ പോയിൻസെറ്റിയ പല കളറുകളാണ്. ജമന്തി പൂക്കളായിരുന്നു അതിൽ നമുക്ക് ഏറെ ആകർഷകമായിട്ടുള്ള പല കളറുകളിൽ, പല ഷേപ്പുകളിലുമായിരുന്നു. അടുത്തത് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആഗ്ലോണിമ, കലാത്തിയയുടെ തന്നെ ഒരു നല്ല സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കൂടുതലും നേഴ്സറിക്കാരുടെ ആയിരുന്നു അതെല്ലാം. അടുത്ത ഒരു വിഭാഗം നമ്മൾ ക്രിപ്റ്റാന്തസിൻ്റെ വിവിധ ചെടികളാണ്. ക്രിപ്റ്റാന്തസിൻ്റെ ഒരു കളറുള്ളതും ഡബിൾ കളറുള്ളതും, അതേപോലെ തന്നെ ഇലകളും പൂക്കൾ കൂടുതലുള്ള ചെടികളായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോക്കി നിന്ന് പോകും, ക്രിപ്റ്റാന്തസ് ഇത്ര ഇനങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ ഓർക്കും. അത്രയ്ക്കും ഭംഗിയായിരുന്നു. കൊച്ചു കുട്ടികൾക്കൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. നമുക്ക് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇലച്ചെടികൾ, ഒരുപാട് തരത്തിലുള്ള ഇലച്ചെടികൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ഇതുകൂടാതെ നമ്മൾ 28 നാളിനുമുള്ള ഓരോരോ വൃക്ഷത്തൈകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഔഷധ സസ്യങ്ങളുണ്ടായിരുന്നു. പോയിൻസെറ്റയുടെ തന്നെ പല കളറുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. വൈറ്റ് കളറ്, അതുപോലെ മഞ്ഞ, നിലവിളക്ക് തൂക്കിയതുപോലെ ആയിരുന്നു ഈ ചെടികളുടെ ഒരു ഭംഗി കണ്ടോ. എത്ര നല്ല ഭംഗിയാണെന്ന് നോക്കി. വൈറ്റ് കളറ്, യെല്ലോ, അതെല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത കളറുകളായിരുന്നു അവിടെ കൂടുതലും. അതുപോലെ കൊട്ടാരമാണ് നമ്മൾ ഈ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗം, അവിടെ നിന്ന് താഴേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതും ക്രിപ്റ്റാന്തസിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ്. അതിൽ പൂക്കളോട് കൂടി നിൽക്കുന്നതാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നോക്കി നിന്ന് പോകും. നമ്മൾ എത്ര സമയം വേണമെങ്കിലും ഇതിന് ചിലവഴിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു.
അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഇത് ആഗ്ലോണിമയുടെ ഒരു സെക്ഷനാണ്. ആഗ്ലോണിമ എത്ര കളറുകളുള്ള ആഗ്ലോണിമ വെറൈറ്റികളാണെന്നറിയാമോ? ഇത് കൂടുതലും നേഴ്സറിക്കാർ സംഘടിപ്പിച്ചതാണ്. കൂടാതെ ഓരോ ബൊട്ടാണിക്കൽ ഗാർഡൻകാർ, നിയമസഭ, ഇത് അലോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ. അലോക്കേഷ്യ, കലേഡിയം, തായ് കലേഡിയം, സിങ്കോണിയം. തായ് കലേഡിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു നമുക്കവിടെ കാണാൻ. ഒരുപാട് വെറൈറ്റികൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു. ലിൻഡിനി, അലോക്കേഷ്യയുടെ ആമസോണിക്ക, അലോക്കേഷ്യ ബാമ്പിനോ, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ബാമ്പിനോ ചെടികളുടെ ആ ഇലകളുടെ വലിപ്പം കാണുന്നത്. അതുപോലെ തായ് കലേഡിയത്തിൽ ഇത്രയേറെ ഭംഗിയുള്ള തായ് കലേഡിയം ഉണ്ടോ എന്ന് പോലും അതിശയിക്കുമായിരുന്നു. അത്രയ്ക്കും ഭംഗിയുള്ളതായിരുന്നു അതെല്ലാം. നമ്മൾ നോക്കി നിന്ന് പോകും. എത്ര മണിക്കൂർ വേണേലും നമുക്ക് ചിലവഴിക്കാൻ തോന്നും. അത്രയ്ക്ക് മനസ്സിന് സന്തോഷമാണ്. ഡിഫെംബെഞ്ചിയ തന്നെ എത്ര ഐറ്റമാണ്. അടുത്തത് ബെഡ്നെസ്റ്റ് ഫേണുകളൊക്കെ ഒരുപാട് ഇനത്തിലുള്ള ഫേണുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൺസ്ട്ര, ഡെലിഷ്യോസ, പിന്നെ ഫിലാഡെൻഡ്രിൻ, അതുപോലെ ഒരുപാട് ചെടികളുണ്ട്. സെനഡു, ഇങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം ഉണ്ടായിരുന്നു. നാരോരീഫ്, ആഗ്ലോണിമ പ്ലാന്റുകൾ എല്ലാം നല്ല ഭംഗിയായിരുന്നു. അതുപോലെ സിൽവർ സോഡ്, ഡെലിഷ്യോസ പ്ലാന്റുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ലീഫി പ്ലാന്റുകളായിരുന്നു ഈ കാണുന്നതെല്ലാം. നമ്മൾ വേസ്റ്റുകളൊന്നും അവിടെ ഇടാൻ പാടില്ല. അതിനൊക്കെ പ്രത്യേകം ബിൻ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുകയോ ഐസ്ക്രീം കഴിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അടുത്തത് നമുക്ക് ഒരുപാട് ലീഫി പ്ലാന്റുകളാണ്. അതെല്ലാം പ്രത്യേകം വെട്ടി ഒതുക്കി ചെടിച്ചട്ടികളിൽ നിർത്തിയിരിക്കുന്നതാണ് ആ കാണുന്നത്. അതെന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കുക. അതിലേറെ ഒരു പൂ പോലും നമുക്ക് പറിക്കാൻ പറ്റുകയില്ല. കോളിയസ് പ്ലാന്റുകളാണ് ഒരുപാട്. നമുക്ക് നോക്കി നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ അതിശയിച്ച് പോകുന്ന തരത്തിലുള്ള കോളിയസ് പ്ലാന്റുകൾ വിവിധ വർണ്ണങ്ങളിൽ. അതിൻ്റെ ഇലച്ചാർത്താണല്ലോ അതിൻ്റെ കൂടുതലും. മെലസ്റ്റോമ വെറൈറ്റികൾ. മെലസ്റ്റോമയൊക്കെ ഇലകളില്ലാതെ പൂക്കളുണ്ട്. അതുപോലെ സീനിയ, നാടൻ സീനിയയും അതേപോലെ ഹൈബ്രിഡ് ഇനത്തിലുള്ള സീനിയ, ഒരുപാട് ലീഫി പ്ലാന്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ പ്രത്യേകം സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ഒരു ചെടികളിൽ നമ്മൾ തൊടാൻ പോലും പറ്റത്തില്ല. ബന്ദിപ്പൂവിലാണെങ്കിൽ കാക്കബന്തി വരെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും ബന്ദിപ്പൂക്കളുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുമായിരുന്നു. കൊട്ടാരവും പരിസരവും മുഴുവൻ വർണ്ണശബളമായ ഈ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കോളിയസ് പ്ലാന്റിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതും നഴ്സറിക്കാർ തന്നെയാണ്. ഒരുപാട് നഴ്സറിക്കാർ ഇതിൽ ഉണ്ടായിരുന്നു. അതേപോലെ വീടുകളിൽ വളർത്തി ചെടി കൊണ്ടുപോയി അവിടെ വെക്കുന്നവരും ഉണ്ടായിരുന്നു. റോസ് പ്ലാന്റുകൾ, വിവിധ തരത്തിലുള്ള റോസ് പ്ലാന്റുകൾ, വള്ളി റോസകൾ. റോസ് തന്നെ എത്ര കളറുകളുള്ള റോസകളാണ്. വള്ളി റോസ കണ്ടോ, റെഡ് കളറ് പൂവിട്ട് നിൽക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ടൊറേനിയം പ്ലാന്റുകളാണെങ്കിൽ ഏതെല്ലാം കളറുകളാണ്. ബന്ദിച്ചെടികൾ, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ ആ കളറുകളിലുള്ള ബന്ദികളെല്ലാം. അടുത്തത് വേറൊരു സൈസ് പ്ലാന്റ് ആണ്. ഇതിന് നമ്മൾ വിത്തുകൾ പാകാവുന്ന ചെടികളായിരുന്നു ആ കാണുന്നതെല്ലാം. അതേപോലെ തന്നെ ഡാലിയ, വിവിധ തരത്തിലുള്ള ഡാലിയ പ്ലാന്റുകൾ, ഓറഞ്ച്, റോസ്, ചുമപ്പ്, അതിൽ ഇംപേഷ്യൻ്റ് പ്ലാന്റുകൾ. ഇത്ര തരത്തിലുള്ള കളറുകളാണെന്ന് നോക്ക്. ഞങ്ങളൊരു 35 വെറൈറ്റിയോളം അത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഓരോന്നും എവിടെയൊക്കെ ക്രമീകരിക്കണമെന്ന് വളരെ നല്ല സംഘാടകർക്ക് നന്നായിട്ടറിയാം. അതുപോലെ പോർട്ടലിക്ക പ്ലാന്റുകൾ, ഒരു 4 മണി സമയപ്പോൾ പോർട്ടലിക്ക പ്ലാന്റുകളുടെ ഫ്ലവറൊക്കെ അങ്ങ് ചെറുതായിട്ട് മങ്ങിത്തുടങ്ങി. എങ്കിലും നമുക്ക് കാണാമായിരുന്നു. രാത്രി വരെ നിൽക്കുമല്ലോ ഈ പോർട്ടലിക്കയൊക്കെ. ഇത് ഔഷധ സസ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ഔഷധ സസ്യങ്ങൾ, അതേപോലെ നാളിന് ചേരുന്ന തരത്തിലുള്ള വൃക്ഷലതാദികൾ, അങ്ങനെ അതെല്ലാം ഉണ്ട്. അതൊക്കെ ഓരോ നാളിൻ്റെ അത് പേരെഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ബ്രഹ്മിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രഹ്മികളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കൂടുന്ന പൊന്നാങ്കണ്ണി ചീര വരെ ഉണ്ടായിരുന്നു. ബിഗോണിയയുടെ ഒരു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ബൊഹേനിയ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഫ്ലവറിങ് പ്ലാന്റുകളും ലീഫി പ്ലാന്റുകളുമായിട്ട് നമ്മൾക്ക് തിരിച്ചു പോരാൻ തോന്നാത്ത തരത്തിലുള്ള പ്ലാന്റുകളുടെ കമനീയ ശേഖരമായിരുന്നു. പീസ് ലില്ലി ആണെങ്കിലോ പൂക്കൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇലകൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള പീസ് ലില്ലികൾ ഉണ്ടോ. ഏതെല്ലാം സ്ഥലത്താണ് ഈ നമ്മുടെ ഈ ക്രൈസാന്തോം പ്ലാന്റുകൾ പിന്നെ പല ഡിസൈനുകളിൽ ചെയ്തിരിക്കുന്നുണ്ടോ. വെള്ള, അതിന് ചേരുന്ന തരത്തിൽ ചുമപ്പ്, റോസ്, അതുപോലെ പച്ച കളറുള്ള ജമന്തിപ്പൂവ്. അതാണ് ഏറ്റവും ഭംഗി. ആ മരത്തിൻ്റെ ചുവട്ടിൽ ക്രമീകരിച്ചതുപോലെ തന്നെ അകത്തും
ഇത് കൊട്ടാരത്തിനോട് ചേർന്നുള്ള കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. ഇത് കൊട്ടാരത്തിന് അകത്താണ് ഈ കാണുന്ന ചെടികളെല്ലാം. കൊട്ടാരത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന റോസകളും ഡാലിയ ചെടികൾ അതെല്ലാം ഹൈബ്രിഡ് ഇനത്തിലുള്ളതായിരുന്നു കൂടുതൽ ചെടികൾ. ഓർക്കിഡുകൾ അങ്ങനെയുള്ള ചെടികളൊക്കെ ആയിരുന്നു. ഇത് കൊട്ടാരത്തിൻ്റെ മുറ്റമാണ്, കൊട്ടാരത്തിൻ്റെ കിഴക്കുവശമാണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് തരത്തിലുള്ള ഇപ്പോഴത്തെ പ്ലാന്റുകൾ ഈ കാലത്ത് കാണപ്പെടുന്ന കൂടുതൽ ചെടികളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കടലാസ് ചെടികളെ വെട്ടി ഒതുക്കി പൂക്കൾ മാത്രം, ഇലകൾ പോലും ഇല്ലാതെയാണ് നിൽക്കുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. ഓരോ സ്ഥലത്തും എവിടെ വേണമെങ്കിലും നിന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ദൃശ്യവിരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഞങ്ങളിത് കണ്ടപ്പോൾ ഓർത്തു, എല്ലാവർക്കും തിരുവനന്തപുരത്ത് വന്ന് ഇത് കാണാൻ പറ്റുകയില്ല. കനകക്കുന്ന് കൊട്ടാരത്തിൽ വന്ന് പോകാനായിട്ടുള്ള സൗകര്യം മറ്റ് ജില്ലയിലുള്ളവർക്കൊക്കെ ഉണ്ട്. ഞങ്ങളിത് കണ്ടപ്പം അത് ഞങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്നെത്തിക്കുകയായിരുന്നു. അവർക്കും കാണാമല്ലോ, എപ്പോഴെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ കാണുമല്ലോ. സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മുഴുവൻ കാണാൻ പറ്റും. ഇത് പലതരത്തിലുള്ള ചെത്തികളാണ്. പൂന വെറൈറ്റി ചെത്തികൾ, നാടൻ ചെത്തികൾ മുതൽ പൂന വെറൈറ്റി ചെത്തികൾ വരെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഇതുപോലെ വിരിച്ചിരിക്കുന്ന പച്ച നെറ്റിൻ്റെ അടിയിൽ ഒരുപാട് തരത്തിലുള്ള ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാടിപ്പോകാതിരിക്കുന്നതിനായിരിക്കും അവിടെ മാത്രം ആക്രമിക്കുക. ഇവിടെ ഒരുപാട് പീസ് ലില്ലികൾ, ഇത് നമ്മൾ പൂക്കളൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചരിത്രപ്രസിദ്ധമായ കനകക്കുന്ന് കൊട്ടാരവും ആ ഒന്ന് കാണാൻ ആർക്കാ ആഗ്രഹം തോന്നുന്നത് കണ്ടോ. ബോൺസായി മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ബോൺസായി ഒക്കെ കാണുന്നതിന് ഇതിനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇത് നമ്മൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ടുള്ളതും ഉണ്ട്, ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുക. ഓരോ റോസകളും അതുപോലെയുള്ള പൂക്കൾ കൊണ്ടുമൊക്കെ അലങ്കരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നതെല്ലാം. ഇത് രാജകൊട്ടാരത്തിനകമാണ് കേട്ടോ, രാജകൊട്ടാരത്തിനകമാണ്. നമുക്ക് എപ്പോഴും പോയാൽ കാണാൻ പറ്റത്തില്ല. ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിലേ ഉള്ളൂ പൂക്കളൊക്കെ കാണുന്നതോടൊപ്പം തന്നെ ഈ കൊട്ടാരവും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് കൊട്ടാരത്തിനകത്ത് ഒരുക്കിയിരിക്കുന്ന വർണ്ണവിസ്മയമാണ്. നല്ല ഭംഗിയല്ലേ. പല ഷേപ്പിലുള്ള വെസൽസിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പൂക്കളുടെ ഭംഗിയുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെച്ച് ഒരുക്കിയിട്ടുണ്ട്. റോസുകൾ അതേപോലെയുള്ള എല്ലാ തരത്തിലും ഓർക്കിഡ് പുഷ്പങ്ങൾ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒരു ലവ് ചിഹ്നത്തോടു കൂടി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് ആ കണ്ടത്. കൂടാതെ പലതരത്തിലുള്ള ചെമ്പരത്തി ചെടികളും നാടനും അതുപോലെയുള്ള ഹൈബ്രിഡിനുള്ള ചെമ്പരത്തികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഇവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്ന രീതിയിലൊക്കെ പ്രത്യേകതയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു. മഞ്ഞപ്പൂക്കൾ, പീച്ച് നിറവും പിങ്കും എല്ലാം ചേരുമ്പോൾ ഒരു നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുമായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.